ഹലോ മക്കളെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ് മാത്സിലെ പാർട്ട് 3 വീഡിയോ ആണ്. അതായത് പേജ് നമ്പർ 116 117 പ്രോഡക്ട്സ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ഈ ഇക്വേഷൻ അനുസരിച്ച് വേണം നിങ്ങൾ കണക്കുകൾ ചെയ്യാനായിട്ട്. അതായത് വളരെ എളുപ്പമാണ് കേട്ടോ. എക്സ് റേസ് ടു എം എ ഇൻറ്റു എക്സ് റേസ് ടു എൻ. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും നോക്കിക്കേ. ഇവിടെ എക്സ്പോണൻസ് അഥവാ പവേഴ്സ് ആയിട്ട് കിടക്കുന്നത് എമ്മും എന്നും ആണ് കേട്ടോ. എക്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കിടക്കുന്നു. അപ്പോൾ ഈ എക്സിനെ ഒറ്റയായിട്ട് അങ്ങ് എഴുതുക. എക്സ്, അതായത് ഈ 2 എക്സിന് പകരം ഒരെക്സ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എമ്മും എന്നും കൂടെ പവേഴ്സിൽ വെച്ചുകൊണ്ട്, അതായത് ഇവിടെ കൃതിയുടെ അവിടെ വെച്ചുകൊണ്ട് അങ്ങ് കൂട്ടുക. രണ്ടും കൂടെ കൂട്ടിയാൽ മതി. ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ മക്കളെ ഇതാണ്ട് പ്രോഡക്ട്സ് ഓഫ് പവേഴ്സ് കേട്ടോ. മലയാളം മീഡിയംകാർക്കും ഈ ഒരു പേജ് നമ്പർ തന്നെ ആയിരിക്കും 116. അതിൻ്റെ അകത്ത് നോക്കിക്കേ, ഇൻ മൾട്ടിപ്ലൈയിങ് 2 powers of a number the exponents should be added. അതായത് ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ് റേസ് ടു എം എ ഗുണം എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ആൻഡ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എം ആൻഡ് എൻ. ഇത് ബേസ് ചെയ്തുകൊണ്ട് ഒരു കണക്ക് ചെയ്യാം കേട്ടോ. 3 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 5 ഇൻറ്റു 3 റേസ് ടു 4. ഈ ഒരു കണക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നോക്കിക്കേ, 3/2 ഗുണം 3/5 ഗുണം 3/4. ഇവിടെ നോക്കിക്കേ, നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x മാത്രമേ തന്നിട്ടുള്ളൂ. 2x മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ 2 ചെയ്തതിന് ശേഷം മൂന്നാമത്തത് ചെയ്യാം. അതായത് എന്ത് ചെയ്താൽ മതി, 3/2 ഗുണം 3/5 ഇതിനെ ഒരു ബ്രാക്കറ്റിലാക്കുക. 3/4 നമുക്ക് പിന്നെ ചെയ്യാം. ഇനി നോക്കിക്കേ, 3/2 ഗുണം 3/5 ഇത് ഏത് ഫോമില കിടക്കുന്നത്? x/m ഗുണം x/n. ഈ ഫോമിലല്ലേ കിടക്കുന്നത്. ഇതിങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? x/m + n, അതായത് 3/2 + 5. ആ ബ്രാക്കറ്റ് അതുപോലെ ഇടുക. ഇൻറ്റു 3/4. നമ്മളിങ്ങനെ ചെയ്യാൻ കാരണം ഇക്വേഷൻ ഫോമിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. 3/2 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 അല്ലേ. 3/7 ഗുണം പിന്നെ എന്ത് ചെയ്യുക, ഈ 3/4 അതുപോലെ അങ്ങ് എഴുതുക. നോക്കിക്കേ, ഇപ്പോൾ വീണ്ടും എന്ത് വന്നു? ഇക്വേഷൻ മോഡലിൽ വന്നു. അതായത് x/m ഗുണം x/n. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ മോഡലിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഈ കണക്ക് ഇത്രയും നമ്മൾ ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ 2 വെച്ച് ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മൾ ഈ ഇക്വേഷൻ ഫോമിൽ ചെയ്താൽ മതി. അതായത് 3/7 + 4. 7ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ? 8, 9, 10, 11. 3/11 എന്നാണ് ആൻസർ വരുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു കണക്ക് കേട്ടോ. ഇനി ഒരു ഉദാഹരണം നേരിട്ട് നമുക്ക് 2 സംഖ്യകൾ മാത്രമാണ് തരുന്നതെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു കണക്ക്. ഇനി രണ്ടാമതൊരു കണക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. 2/2 ഗുണം 2/4. ഇതിനെങ്ങനെ ചെയ്യും? വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിക്കേ, x/m ഗുണം x/n എന്ന ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ x/m + n. അങ്ങനെയെങ്കിൽ 2/2 ഗുണം 2/4 എങ്ങനെ എഴുതിയാൽ മതി? 2/2 + 4. എത്രയാണ് 2 + 4? 6. അപ്പോൾ 2/6. ഇത്രയേ ഉള്ളൂ. 117 പേജിൽ ഈ ഒരു കണക്ക് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനിയുള്ള കണക്കുകൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, ഈ ഒരു മോഡലിൽ. ഇനി 118 പേജിൽ 1, 2, 3 ചോദ്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൈറ്റ് ഈച്ച് പ്രോഡക്റ്റ് ബിലോ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 72 × 162. മലയാളം മീഡിയംകാർക്ക് ചുവടെ പറയുന്ന സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതുക. അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ. അഭാജ്യ സംഖ്യകൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, 72 × 162. 72നെ നമുക്ക് എങ്ങനെ ചെയ്യാം? വളരെ ശ്രദ്ധിച്ചിരുന്നോണേ.
72നെ നമുക്ക് എന്ത് ചെയ്യാം? അഭാജ്യ സംഖ്യയായ 2 വെച്ചിട്ട് ചെയ്യാലോ അല്ലേ? പ്രൈം നമ്പർ ആയിട്ടുള്ള 2 വെച്ചിട്ട് ചെയ്യാം. 2 വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ 72നെ 2 കൊണ്ട് സൈഡിലോട്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ മതി കേട്ടോ. 72നെ 2 കൊണ്ട് ഹരിച്ചു നോക്കാം. ഇവിടെ 2 എടുക്കാൻ കാരണം 72ൽ ഇവിടെ 2ആണ് കിടക്കുന്നത്. അപ്പോൾ 2 വെച്ച് ചെയ്താൽ നമുക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ 2 എഴുതുന്നത് കേട്ടോ. പിന്നെ 2 ഒരു അഭാജ്യ സംഖ്യയാണ്. നോക്കിക്കേ 2, അപ്പോൾ 2 3s 6 അല്ലേ? 2 × 3 6 വരും അല്ലേ? മൈനസ് ചെയ്യുമ്പം 1 വരും. ഈ 2 താത്തിറക്കി 6 × 2 12 വരുന്ന മൈനസ് ചെയ്യുമ്പം ശിഷ്ടം 0 വന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ 36 എന്ന് എഴുതാം. 36ഉം 2ൻ്റെ പട്ടികയിൽ തന്നെ വരത്തില്ലേ? എത്രയാണ് വരുന്നത്? 18ആണ് വരുന്നത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇതുപോലെ ഹരിച്ച് ഓരോന്ന് കണ്ടുപിടിക്കുക. 18നെ നമുക്ക് വീണ്ടും 2ൻ്റെ പട്ടിക എഴുതാം. കാരണം 9 × 2 18. 9 വരുന്നത് പിന്നെ ഏത് സംഖ്യയിലേ ഉള്ളൂ? 3ൻ്റെ പട്ടികയിലല്ലേ ഉള്ളൂ. അതായത് 3 × 3 അല്ലേ 9 വരുന്നത്. അങ്ങനെ നമ്മൾ 72ൻ്റെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 72 × 162 ആണ്. 162 നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിന്നാണ്ട് 2ലല്ലേ അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 വെച്ച് ചെയ്ത് നോക്കാം. നമുക്ക് 2ൻ്റെ പട്ടികയിൽ 162 എത്ര കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ നോക്കിക്കേ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 2ൻ്റെ പട്ടികയിൽ 16 ഇല്ലേ? ഒന്നുകിൽ 162നെ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതിലും സിമ്പിൾ ഒരു കണക്ക് പറഞ്ഞുതരാം, ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. 2ൻ്റെ പട്ടികയിൽ 8 × 2 അല്ലേ 16 വരുന്നത്. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലേ വരുന്നത്. അതായത് 81 എന്ന ആൻസർ വരത്തില്ലേ? 81 വരുന്നത് 3ൻ്റെ പട്ടികയിലാണ് കേട്ടോ. 27 × 3 ആണ് 81 വരുന്നത്. ഇല്ലെങ്കിൽ ഹരിച്ചു നോക്കിയാൽ മതി. 81നെ 3 കൊണ്ട് ഹരിക്കുമ്പം 27 എന്ന ആൻസർ വരും. 27നെ നമുക്ക് വീണ്ടും ഏത് സംഖ്യ കൊണ്ട് ചെയ്യാം? 3 വെച്ച് ചെയ്യാം. 3 വെച്ച് ചെയ്യുമ്പം 9 × 3 ആണ് 27. 9 വരുന്ന സംഖ്യ ഏതാണെന്നറിയാലോ? പട്ടിക ഏതാണെന്നറിയാലോ? 3. അതായത് 3 × 3 9. അങ്ങനെ 72നെയും 162ൻ്റെയും നമ്മൾ ഘടകങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നമുക്ക് ഈ കണ്ടുപിടിച്ച സൈഡിലെ നമ്പേഴ്സ് നമുക്ക് ആദ്യം എഴുതാം. ആദ്യം 72 ഏതൊക്കെയാണ്? 2 × 2 × 2 × 3 × 3. അപ്പോൾ 72 സമം, നോക്കിക്കോണേ, വളരെ ശ്രദ്ധിച്ചിരുന്നോണേ. 72 സമം 2 × 2 × 2 × 3 × 3. ഇവിടെ നോക്കിക്കേ, 2 എന്ന സംഖ്യ എത്ര വട്ടമാണ് ഇവിടെ ആവർത്തിച്ചത്? 1 2 3 വട്ടമാണ് ആവർത്തിച്ചത്. അപ്പോൾ നമ്മൾ 2 കൃതി 3 എന്ന് എഴുതി. ഗുണം പിന്നെ ഏത് സംഖ്യയാണ്? 3 ആണ് വന്നേക്കുന്നത് അല്ലേ? 3 എത്ര വട്ടമാണ് ഇവിടെ ഗുണിച്ച് കിടക്കുന്നത്? 2 വട്ടം. അതായത് 2 കൃതി 3 × 3 കൃതി 2 ആണ് 72ൻ്റെ കിട്ടുന്നത്. അതായത് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി, അതായത് കൃതികളുടെ ഗുണനഫലമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കിക്കേ, 162. 162ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചിരുന്നേ, 2 × 3 × 3 × 3 × 3. കണ്ടോ? അങ്ങനെയെങ്കിൽ 162ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 2 എത്ര വട്ടം ആവർത്തിച്ചിട്ടുണ്ട്? 1 വട്ടമല്ലേ ഉള്ളൂ. 3 എത്ര വട്ടം ആവർത്തിച്ചിട്ടുണ്ട്? 4 വട്ടം അല്ലേ? അപ്പോൾ 2 കൃതി 1 × 3 കൃതി 4. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 സംഖ്യകൾ, അതായത് ചുവടെ പറയുന്ന സംഖ്യകൾ ഗുണനഫലമായിട്ട് നമുക്ക് വരുന്ന കൃതികളുടെ ഗുണനഫലം നമുക്ക് കണ്ടുപിടിക്കണമെന്നാണ്. അപ്പോൾ 72 × 162 നമുക്ക് എന്തോ കിട്ടിയേ? 72ൻ്റെ എന്തോ കിട്ടിയേ? 2 കൃതി 3 × 3 കൃതി 2. അപ്പോൾ 72ൻ്റെ നമ്മൾ അവരുടെ ആൻസർ, അതായത് 72ൻ്റെ ആൾക്കാരെ നമ്മൾ ഒരു ബ്രാക്കറ്റിലിട്ടു. 2 കൃതി 3 × 3 കൃതി 2 ഗുണം. ഇനി 162ൻ്റെ ആൾക്കാരെ നമുക്ക് അടുത്ത ബ്രാക്കറ്റ് ഇടാം. എത്രയാണ്? 2 കൃതി 1 × 3 കൃതി 4. ഇത് നമ്മൾ പഠിച്ചില്ല, സമവാക്യമല്ലേ? ഏതായിരുന്നു ആ സമവാക്യം? XA കൃതി MA × XA കൃതി N എന്ന് പറഞ്ഞാൽ എന്താണ്? XA കൃതി M + N എന്നല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കണക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ചെയ്യാനായിട്ട് പറ്റുമ്പം ഇവിടെ എക്സ് ഒരുപോലെ വരണം അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇത് 2ഉം ഇത് 3ഉമാണ്. ഇത് എക്സ് ഒരുപോലെയാണോ വന്നേ? അല്ല. പക്ഷേ ഈ 2ഉം ഒരുപോലെയല്ലേ? അപ്പം എക്സ് ഒരുപോലെ വരുന്നത് ഒരു ബ്രാക്കറ്റ് ഇടാം. അതായത് 2 കൃതി 3 72ൻ്റെ 2
72ൻ്റെ 2/3, അതായത് ദാണ്ടേ ഈ 2/3 ഇവിടെ എഴുതി, 162ൻ്റെ 2/1 ഇവിടെ എഴുതി. നമ്മൾ ഈ എക്സ് ഒരുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. 3/2 ഗുണം 3/4. ഇപ്പോൾ എക്സ് ബ്രാക്കറ്റുകളിൽ ഒരുപോലെ വന്നില്ലേ. ഇനി നമുക്ക് കൂട്ടിക്കൂടെ, 2/3 ഗുണം 2/1, അതിനെ നമുക്ക് 2/3 + 1 എന്ന് എഴുതാം അല്ലേ, ഗുണം 3/2 + 4 എന്ന് എഴുതാം. അപ്പോൾ 2/4 ഗുണം 3/6 എന്ന് ആൻസർ വരും. അതാണ് 72 ഗുണം 162 എന്ന ഈ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ അതിൻ്റെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇത്രയും വരെ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ സിമ്പിൾ കണക്കാണ്. ആദ്യം നമ്മൾ എന്താണ്, ഘടകങ്ങൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ സൈഡിലത്തെ നമ്പേഴ്സ് നമ്മൾ ഇതുപോലെ എഴുതുക. 72ന് കിട്ടിയത് എഴുതുക, 162ന് കിട്ടിയത് എഴുതുക. അതിൽ എത്ര ആവർത്തിച്ചു എന്നുള്ളത് നമ്മൾ കൃതി അഥവാ പവറായിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് ഇതേ ഗുണം ഇത്, എന്നിട്ട് ഈ കിട്ടിയ ആൻസർ നമ്മൾ എല്ലാം കൂടെ ചേർത്ത് ഗുണിക്കണം. ഗുണിക്കുമ്പോൾ ഒരേ സംഖ്യയിൽ വരുന്നത് നമ്മൾ ഒരു ബ്രാക്കറ്റിലിടുക, കൃതി വേറെ ആയിക്കോട്ടെ, പക്ഷേ എക്സ് ഒരുപോലെ ആയിരിക്കണം. എന്നിട്ട് ബ്രാക്കറ്റുകൾ ഒരുപോലെ ആക്കി ഇതുപോലെ ആൻസർ എഴുതുക. വളരെ സിമ്പിൾ കണക്കാണ്. 118ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. 225 × 135. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട്. 225 ഗുണം 135. അപ്പോൾ നമുക്ക് ആദ്യം അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാം. അതായത് അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ 2 എടുത്ത് കഴിഞ്ഞാൽ 2 പട്ടികയായിട്ട് വരുന്നത് 1ൻ്റെ ടേബിളും 2ൻ്റെ ടേബിളേ ഉള്ളൂ. 2 നമ്പേഴ്സ് മാത്രം വരുന്ന ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിക്കേ 225. ഇവിടെ നോക്കിക്കേ 5 എന്നതാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ 5 വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ 3ൻ്റെ പട്ടികയിലും കിട്ടും. 3ൻ്റെ പട്ടികയിൽ എത്ര എന്നറിയാമോ? 75 ഗുണം 3 225 വരുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 225നെ 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ അത് ശിഷ്ടം 0 വരും, ആൻസർ 75 വരും. ഇനി 75 എന്ന സംഖ്യ 3ൻ്റെ പട്ടികയിലുണ്ട്. എത്രയാണ്? 25നെ 3 വട്ടം കൂട്ടിയാൽ അല്ലെങ്കിൽ ഗുണിച്ചാൽ 75 വരത്തില്ലേ? ഇനി 25 ഏതിൻ്റെ പട്ടികയിലാണുള്ളത്? 5ൻ്റെ പട്ടികയിലാണുള്ളത് അല്ലേ. 5 ഗുണം 5 25. അപ്പോൾ നമുക്ക് 225ൻ്റെ കിട്ടി. ഇനി 135ൻ്റെ ചെയ്യാം. 135 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3ൻ്റെ ടേബിളിലുണ്ട്. എത്രയാണെന്ന് അറിയാമോ? 45 ഗുണം 3 135. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. 135ന് എന്ത് ചെയ്താൽ മതി, സൈഡിലോട്ട് 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ 3 12, മൈനസ് ചെയ്യുമ്പോൾ 1 1 പോയാൽ 0, 3 2 പോയാൽ 1, 5 താത്തിറക്കി. 3 ഗുണം 5 അല്ലേ 15, മൈനസ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 വരും. കണ്ടോ? 45 വന്നു. 45നെ നമുക്ക് 3 കൊണ്ട് തന്നെ ചെയ്തൂടെ? 3ൻ്റെ പട്ടികയിൽ എത്ര 45 വരുന്നതെന്ന് അറിയാമോ? 15 ആണ്. 15നെ 3 വട്ടം കൂട്ടുകയോ ഗുണിക്കുകയോ ചെയ്താൽ നമുക്ക് 45 കിട്ടും. 15 3ൻ്റെ പട്ടികയിലില്ലേ? എത്രയാണ്? 3 ഗുണം 5 ആണ് 15. ഇത്രയും മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് 225നെ എങ്ങനെ എഴുതാം? നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയേക്കുന്നത്? നമ്മളിവിടെ കൈ വെച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. 3 ഗുണം ഓരോ സംഖ്യ എഴുതുമ്പോൾ അടുത്ത സംഖ്യയിലേക്ക് കൈ കൊണ്ടുപോവുക. 5 ഗുണം 5. അതായത് ഇവിടെ 3 എത്ര വട്ടം ആവർത്തിച്ചു? 2 വട്ടം. അപ്പോൾ 3 കൃതി 2 ഗുണം ഇവിടെ 5 എത്ര വട്ടം ആവർത്തിച്ചു? 2 വട്ടം. അതായത് 5 കൃതി 2. കണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് 135ൻ്റെയും എഴുതാം ഇതുപോലെ. 135ന് നമുക്ക് എങ്ങനെ എഴുതാം? 3 ഗുണം 5. ഇവിടെ 3 എത്ര വട്ടം ആവർത്തിച്ചു? 3 വട്ടം. 5 1 വട്ടം. അപ്പോൾ നമുക്ക് 225ഉം 135 നമ്മൾ ഇതുപോലെ പവേഴ്സ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ പവേഴ്സുകളുടെ അഥവാ കൃതികളുടെ എന്ത് ചെയ്യുക? ഗുണനഫലം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 225 × 135 എന്ന് എഴുതാം. ഇത് അടുത്ത ഇതിലോട്ട് എഴുതി കാണിക്കാം കേട്ടോ മക്കളെ, സ്ഥലമില്ലാത്തത് കൊണ്ടേ. 225 ഗുണം 135. നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? ആ കിട്ടിയത് എന്ത് ചെയ്യുക? നമ്മൾ അതുപോലെ ഗുണിച്ചെഴുതുക. സമം
225ൻ്റെ കിട്ടിയത് ആദ്യം ഒരു ബ്രാക്കറ്റ് ഇടണം കേട്ടോ. 3 കൃതി 2 ഗുണം 5 കൃതി 2 ഗുണം 135ൻ്റെ എത്ര കിട്ടിയെന്നുള്ളത് അടുത്ത ബ്രാക്കറ്റ് ഇടുക. 3 കൃതി 3 ഗുണം 5 കൃതി 1. ഇനി ഒരേ സംഖ്യ വരുന്നത് ഒരു ബ്രാക്കറ്റിലിടുക. 3 കൃതി 2 ഗുണം ഈ 3 കൃതി 3 ഈ ബ്രാക്കറ്റിലിട്ട് കൊടുക്കുക. ഗുണം 5 കൃതി 2 ഗുണം ഈ 5 കൃതി 1 അടുത്ത ബ്രാക്കറ്റ്. ഇപ്പോൾ എക്സ് ഒരുപോലെ വന്നില്ലേ? എക്സ് എ കൃതി എം എ ഗുണം എക്സ് എ കൃതി എൻ എന്ന് പറഞ്ഞാൽ എക്സ് എ കൃതി എം പ്ലസ് എൻ, അതായത് 3 കൃതി 2 പ്ലസ് 3 ഗുണം 5 കൃതി 2 പ്ലസ് 1. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ എത്ര വരും? 3 കൃതി 5 ഗുണം 5 കൃതി എത്രയാണ്? 5 കൃതി 3. ഇതാണ് ആൻസർ വരുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? ഇതേ മോഡലാണ് അടുത്ത 2 കണക്കും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത 2 കണക്ക് തനിയെ ചെയ്യാൻ നോക്കുക. 118ാമത്തെ പേജിലെ 3ാമത്തെ ചോദ്യമാണ് നോക്കുന്നത് കേട്ടോ. 1ാമത്തെ ചോദ്യത്തിലെ 3ാമത്തെ സെക്ഷൻ ചോദ്യം. 105 ഗുണം 175. 105നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാമോ? 105നെ നമുക്ക് 3ൻ്റെ പട്ടികയിൽ 105 ഉണ്ടോ നോക്കാം കേട്ടോ. അതിന് ഇതുപോലെ സൈഡിൽ ഹരിച്ച് നോക്കിയാലും മതി കേട്ടോ. 105നെ 3ൻ്റെ പട്ടികയിലുണ്ടോ? 1 3 3 2 3 6 3 3 9 അല്ലേ? അപ്പോൾ 1 വരും. ഈ 15 താത്തിറക്കി. പിന്നെ 3 ഗുണം 5 15, മൈനസ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 വരും. അപ്പോൾ 35ൽ വരും കേട്ടോ. 35 ഗുണം 3 105 വരുന്നത്. 35 ഏതിൻ്റെ പട്ടികയിലുണ്ട്? 5ൻ്റെ പട്ടികയിലില്ലേ? എത്രയാണ്? 5 ഗുണം 7 35. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 105ൻ്റെ കണ്ടുപിടിച്ചു. 175ൻ്റെ ഇതുപോലെ കണ്ടുപിടിച്ചാലോ? 175 എന്ന് പറയുമ്പോൾ നമുക്ക് 5ൻ്റെ പട്ടികയിൽ ഒന്ന് ചെയ്ത് നോക്കാം. 5ൻ്റെ പട്ടികയിൽ 35 ഗുണം 5 അല്ലേ 175 വരുന്നത്? 35 ഗുണം 5 175 വരുന്നത്. 35 5ൻ്റെ പട്ടികയിലില്ലേ? എത്ര? 5 ഗുണം 7 35. അപ്പോൾ 105ൻ്റെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? 105 സമം നമ്മൾ ഇതുപോലെ വിരൽ ഒരു ഇത് വെക്കുക കേട്ടോ. 3 ഗുണം ഓരോന്ന് എഴുതുമ്പോൾ അടുത്ത സംഖ്യയിലേക്ക് വെക്കുക. 3 ഗുണം 5 ഗുണം 7. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കൃതിയിൽ എഴുതാം? 3 കൃതി 1 ഗുണം 5 കൃതി 1 ഗുണം 7 കൃതി 1. കാരണം ഒന്നും ആവർത്തിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ എല്ലാം ഓരോന്ന് വീതമേ ഉള്ളൂ. 175നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഗുണം 5 ഗുണം 7. ഇവിടെ 5 എത്ര വട്ടം ആവർത്തിച്ചിട്ടുണ്ട്? 2 വട്ടം. അപ്പോൾ 5 കൃതി 2 ഗുണം 7 കൃതി 1. 7 ഒരു വട്ടമല്ലേ ഉള്ളൂ. അപ്പോൾ 105ഉം 175ഉം മനസ്സിലായല്ലോ. ഇനി ഈ തന്നിരിക്കുന്ന മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, നമ്മളിവിടെ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ പവേഴ്സിൻ്റെ ഗുണനഫലം, അതായത് പവേഴ്സിൻ്റെ പ്രോഡക്റ്റുകൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 105 ഗുണം 175 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 105ൻ്റെ ഒരു ബ്രാക്കറ്റ് ഇടുക. 3 കൃതി 1 ഗുണം 5 കൃതി 1 ഗുണം 7 കൃതി 1 ഗുണം 175ൻ്റെ 5 കൃതി 2 ഗുണം 7 കൃതി 1. നോക്കിക്കേ, 3 ഒരു ബ്രാക്കറ്റിൽ അങ്ങ് ഇടുക. ഇവിടെ 3 എന്ന് പറയാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ 3 കൃതി 1 അതേപോലെ എഴുതി. 5ഓ? 5ൻ്റെ 2 പേര് വരുന്നുണ്ടല്ലേ? 5 കൃതി 1 ഗുണം 5 കൃതി 2 ഗുണം 7 കൃതി 1 ഗുണം ഇവിടുത്തെ 7 കൃതി 1. ഇവിടെ എന്താ നമ്മൾ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. 105ൻ്റെ നമുക്ക് ഇത്രയും കിട്ടി, 175ൻ്റെ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ ഒരുപോലെ വരുന്ന സംഖ്യകൾ ഓരോ ബ്രാക്കറ്റിലാക്കുക. നമ്മൾ നേരത്തെ ചെയ്ത കണക്കുകളൊക്കെ ഓർമ്മയില്ലേ? ഓരോ സംഖ്യകൾ ഓരോ ബ്രാക്കറ്റിലാക്കിയില്ലേ? അതേപോലെ 3ൻ്റെ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ബ്രാക്കറ്റിലാക്കാഞ്ഞത്. 5ൻ്റെ ഇവിടെ 2 പേര് വന്നു, 7ൻ്റെ 2 പേര് വന്നു. 3 കൃതി 1 അതേപോലെ എഴുതി. ഇത് നോക്കിക്കേ, എക്സ് എ കൃതി എം എ ഗുണം എക്സ് എ കൃതി എൻ എന്ന ഇക്വേഷനിലല്ലേ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എക്സ് എ കൃതി എം പ്ലസ് എൻ, അതായത് 5 കൃതി 1 പ്ലസ് 2 ഇൻറ്റു 7 കൃതി 1 പ്ലസ് 1. അങ്ങനെയെങ്കിൽ 3 കൃതി 1 ഗുണം 5 കൃതി 3 ഗുണം 7 കൃതി 2. കണ്ടോ ആൻസർ വന്നത്? ഇങ്ങനെയാണ് 105 ഗുണം 175 ചെയ്യുന്നത്. 118ാമത്തെ പേജിലെ 1ാമത്തെ ചോദ്യത്തിലെ 4ാമത്തെ സെഷൻ ചോദ്യമാണ് 25 × 45 × 75. ഇവിടെ 3 സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൃതികളുടെ പവേഴ്സിൻ്റെ ഗുണനഫലവും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, 25
25-നെ നമുക്ക് ഏതിൻ്റെ പട്ടികയിൽ ചെയ്യാം? വളരെ എളുപ്പത്തിൽ തന്നെ പറയാം അല്ലേ, 5-ൻ്റെ പട്ടികയിലുണ്ട്. 5 ഗുണം 5 അല്ലേ 25. അങ്ങനെ 25 നമ്മൾ കണ്ടുപിടിച്ചു. 25 സമം 5 ഗുണം 5. 5 ഗുണം 5 എന്ന് പറഞ്ഞാൽ 5 കൃതി 2. ഇനി നോക്കിക്കേ 45. 45-നെ നമുക്ക് 3 വെച്ച് ചെയ്യാമല്ലോ. 3 ഗുണം 15 അല്ലേ 45 വരുന്നത്. വീണ്ടും 3 എഴുതാം, കാരണം 15 എന്തിൻ്റെ പട്ടികയിലുണ്ട്? 3-ൻ്റെ പട്ടികയിലുണ്ട്. അപ്പോൾ 3 ഗുണം 5 15. അപ്പോൾ നമുക്ക് 45-ൻ്റെ എങ്ങനെ എഴുതാം? 3 ഗുണം 5. ഇവിടെ 3 എത്ര വട്ടം ആവർത്തിച്ചു? 2 വട്ടം. 3 കൃതി 2 ഗുണം 5 കൃതി 1. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? 75. 75-നെ നമുക്ക് 3 വെച്ച് ചെയ്യുമ്പോൾ 25-നെ 3 വട്ടം കൂട്ടുകയോ ഗുണിക്കുകയോ ചെയ്താൽ 75 കിട്ടത്തില്ലേ? ഇനി 25 ഏതിൻ്റെ പട്ടികയിലുണ്ട്? 5-ൻ്റെ പട്ടികയിലുണ്ട്. 5 ഗുണം 5. അങ്ങനെയെങ്കിൽ 75 സമം 3 ഗുണം 5 ഗുണം 5. ഇവിടെ 3 ഒരു വട്ടേ ഉള്ളൂ. 3 കൃതി 1 ഗുണം 5 എത്ര വട്ടമാണ്? 5 കൃതി 2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് 3-ൻ്റെ നമ്മൾ കൃതികൾ കണ്ടുപിടിച്ചു, പവേഴ്സ് കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ ഗുണനഫലം കണ്ടുപിടിക്കണം. അപ്പം 25 × 45 × 75 സമം 5 കൃതി 2. അതായത് 25-ന് നമുക്ക് 5 കൃതി 2 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ 5 കൃതി 2 ആദ്യം എഴുതുക. 45-ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? 3 കൃതി 2 ഗുണം 5 കൃതി 1 ഗുണം 75-ന് നമുക്ക് എത്രയാണ് കിട്ടിയത്? 3 കൃതി 1 ഗുണം 5 കൃതി 2. ഇനി നമ്മൾ ഒരുപോലെ വരുന്ന സംഖ്യകൾ ഒരു ബ്രാക്കറ്റിലാക്കുക. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ആദ്യം 3-ൻ്റെ എടുക്കാം. 3 ഒരു ബ്രാക്കറ്റിലാക്കുമ്പോൾ 3 കൃതി 2 ഗുണം 3 കൃതി 1 ഗുണം, ഇനി 5-ൻ്റെ അടുത്ത ബ്രാക്കറ്റിലാക്കാം. 5 കൃതി 2 ഗുണം 5 കൃതി 1 ഗുണം 5 കൃതി 2. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഇത് x⁻m × x⁻n, അതായത് x⁻m + n, അതായത് 3 കൃതി 2 + 1 എന്ന് പറഞ്ഞാൽ 3 കൃതി 3 ഗുണം 5 കൃതി 5, അതായത് 2 1 2. അത് കൂട്ടുമ്പോൾ എത്ര വരുന്നത്? ഇപ്പോൾ നോക്ക്, 3-ൻ്റെ നോക്ക്, 2 + 1 3. 5-ൻ്റെ 2 + 1 + 2, 2 2 4 1 5. 5 കൃതി 5. 118-ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യമാണ്. റൈറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഫ്രം 1 to 15 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. 1 മുതൽ 15 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 2 പറയാമല്ലേ? 2 3 5 7 11 13. 1 മുതൽ 15 വരെയുള്ള സംഖ്യകളിലെ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളാണിത്. എന്താണ് അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത? ഇപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ 2 പട്ടികയായിട്ട് വരുന്ന ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതൊക്കെയാണ്? 1-ഉം പിന്നെ 2-ൻ്റെ ടേബിളും. അല്ല എങ്കിൽ വേറൊരു രീതി പറയാം. 1 എന്ന സംഖ്യയും 2 എന്ന സംഖ്യയും ഹരിക്കുമ്പോൾ, 2 കൊണ്ട് ഹരിക്കുമ്പം ശിഷ്ടം 0 വരും. ബാക്കി ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം വരും, അഥവാ റിമൈൻഡർ വരും. റിമൈൻഡർ വരാതെ ശിഷ്ടം 0 ആകുന്ന സംഖ്യകളെ, അല്ലെങ്കിൽ 2 സംഖ്യകൾ ഘടകങ്ങളായിട്ട് മാത്രം വരുന്ന സംഖ്യകളാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന്, അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ആണെങ്കിൽ 2 എടുത്തു കഴിഞ്ഞാൽ 2 വരുന്നത് 1 × 2 2-ഉം 2 × 1 2-ഉം. 3 എടുത്തു കഴിഞ്ഞാൽ 1 × 3 3, 3 × 1 3. 5 എടുത്തു കഴിഞ്ഞാൽ 1 × 5 5, 5 × 1 5. 7 എടുത്തു കഴിഞ്ഞാൽ 1 × 7 7, 7 × 1 7. 11 എടുത്തു കഴിഞ്ഞാൽ 11 × 1 11. പിന്നെ 11 × 1 എത്രയാണ്? 11. 13 എടുത്തു കഴിഞ്ഞാൽ 1 × 13 13, 13 × 1 30. അപ്പോൾ 2 സംഖ്യകൾ, ഈ 2 സംഖ്യകൾ കൊണ്ട് ഈ സംഖ്യയെ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 0 വരും. ഈ 2 ഏത് സംഖ്യകളെ കൊണ്ട് ഇതിനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ശിഷ്ടം 0 വരും. വേറെ ഏത് സംഖ്യകൾ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലും ശിഷ്ടം 0 വരില്ല. ഓക്കെ, അപ്പോൾ 2 സംഖ്യകൾ മാത്രം വരുന്ന ഈ സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 മുതൽ 15 വരെയുള്ള സംഖ്യകളിലെ പ്രൈം നമ്പേഴ്സാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കുക. ആ കിട്ടിയ പ്രോഡക്റ്റുകളുടെ പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, 2
പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്. അപ്പോൾ 2, 3 നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 4 ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 4നെ നമുക്ക് ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടും? 2 × 2. ഇവിടെ 2 എത്ര വട്ടം ആവർത്തിച്ചു? 2 വട്ടം. അപ്പോൾ 2 കൃതി 2. ഇനി നമുക്ക് 2 പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്, 4 ഇവിടെ കണ്ടുപിടിച്ചു, 5 പ്രൈം നമ്പറാണ്, അതുകൊണ്ട് 5 ചെയ്യാൻ പറ്റത്തില്ല. 6 പ്രൈം നമ്പറാണോ? ഇവിടെ 6 കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് 6 ചെയ്യാം. 6 എന്തൊക്കെ കിട്ടും? ഇങ്ങനെ ചെയ്താലും മതി. 6 2 × 3 അല്ലേ 6. അപ്പോൾ 2, 3 ഇതിൻ്റെ ഘടകങ്ങൾ. 2 × 3. ഇത് 2 ഒന്നേ ഉള്ളൂ, 3 ഒരു വട്ടേ ഉള്ളൂ. അതായത് 2 കൃതി 1 × 3 കൃതി 1. ഓക്കെ. ഇനി 6 കഴിഞ്ഞ അടുത്ത സംഖ്യ 7 ആണ്. 7 ഒരു പ്രൈം നമ്പർ അല്ലേ, അഭാജ്യ സംഖ്യയല്ലേ, അതുകൊണ്ട് 7 ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത സംഖ്യ 8. 8 വെച്ച് നമുക്ക് 2 വെച്ച് എത്ര ഗുണിച്ചാൽ 8 കിട്ടും? 2 × 2 4 ഗുണം 2. 4 × 2 8. ഇവിടെ 2 എത്ര വട്ടം ആവർത്തിച്ചു? 3 വട്ടം. അതായത് 2 കൃതി 3 എന്ന് വരും. ഇത്രയും മനസ്സിലായോ? ഓക്കെ. 8 കഴിഞ്ഞ അടുത്ത സംഖ്യ 9. 9 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ 9 വെച്ച് നമുക്ക് ചെയ്യാം. 9 വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം 3ൻ്റെ പട്ടിക 3 × 3 ആണ് 9. ഇവിടെ 3 എത്ര വട്ടം ആവർത്തിച്ചു? 2 വട്ടം ആവർത്തിച്ചുകൊണ്ട് 3 കൃതി 2 എന്ന് എഴുതി. ഇനി 9 കഴിഞ്ഞ അടുത്ത സംഖ്യ 10. 10 ഒരു പ്രൈം നമ്പർ അല്ല, അതുകൊണ്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. 10ൻ്റെ ചെയ്യുമ്പോൾ നമുക്കറിയാം 2 × 5 ആണ് 10. അപ്പോൾ 2 കൃതി 1 × 5 കൃതി 1. ഇവിടെ ആവർത്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ കൃതിയായിട്ട് എഴുതാത്തത് കേട്ടോ. 10 കഴിഞ്ഞ അടുത്ത സംഖ്യ 11 ആണ്. 11 ഒരു അഭാജ്യ സംഖ്യയല്ലേ, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. 11 കഴിഞ്ഞ അടുത്ത സംഖ്യ 12 ആണ്. 12നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 × 2 4. 3 അല്ലേ 12. അപ്പോൾ 2 × 2 × 3. അതായത് 2 വട്ടം ആവർത്തിച്ചു, 3 ഒരു വട്ടവും. 2 കൃതി 2 × 3 കൃതി 1. ഇനി 12 കഴിഞ്ഞ അടുത്തത് 13 ആണ്. 13 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. 1 മുതൽ 15 വരെ ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ 13 കഴിഞ്ഞ അടുത്ത സംഖ്യ 14 ആണ്. 14നെ നമുക്ക് 2 × 7 എന്ന് എഴുതിക്കൂടെ? ഇവിടെ ആവർത്തിക്കാത്തതുകൊണ്ട് 2 × 7 എന്ന് തന്നെ എഴുതാം. ഇനി അടുത്തത് 15 ആണ്. 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5. അപ്പോൾ നമ്മൾ 1 മുതൽ 15 വരെയുള്ള സംഖ്യകൾ ആദ്യം എന്ത് ചെയ്യുക? ഗുണിച്ച് എഴുതുക. എന്നിട്ട് ഈ കിട്ടിയ കൃതികൾ എന്ത് ചെയ്യുക? ഒരുപോലെ എടുത്തെഴുതണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്ര നിങ്ങൾക്ക് മനസ്സിലായാലോ? ഇല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടെ ആദ്യം മുതൽ കണ്ടാൽ മതി. ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മളിവിടെ പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സുകളുടെ ഫാക്ടേഴ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ പവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പവറുകളുടെ പ്രോഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നേരത്തെ നമ്മൾ ചെയ്തല്ലോ, 2-3 നമ്പേഴ്സ് ഇതുപോലെ ഗുണിക്കാൻ തന്നു. ഇവ നമ്മൾ എന്ത് ചെയ്തു? ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു, അതിൻ്റെ കൃതി കണ്ടുപിടിച്ചു, പിന്നെ ആ കൃതിയുടെ ഗുണനഫലം കണ്ടുപിടിച്ചു. അതേപോലെ ഉള്ളൂ. 1 മുതൽ 15 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകൾ ഒഴിച്ചുള്ള സംഖ്യകളുടെ പവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ പ്രോഡക്റ്റുകളുടെ പവേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ബാക്കി ചെയ്യാം. അങ്ങനെ 1 മുതൽ 15 വരെ ഞാനിവിടെ ഗുണിച്ച് എഴുതി. ഇനി ശ്രദ്ധിച്ചോണേ, 1ൻ്റെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 തന്നെയാണ്. നമ്മൾ 1 അവിടെ വിട്ടേക്കുക. 2 എടുക്കുക. 2 ഒരു അഭാജ്യ സംഖ്യയല്ലേ? 2 ഒരു അഭാജ്യ സംഖ്യയല്ലേ? ഈ 2 നമ്മൾ ആദ്യം എഴുതുക. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതി കാണിക്കാം. 2ൻ്റെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 2ൻ്റെ 2 തന്നെയാണ് അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് ഘടകങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. 2. ഇനി 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3. 3 എന്താണ്? 3 എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 3ഉം അതേപോലെ എഴുതി. അപ്പോൾ 2 എഴുതി, 3 എഴുതി. ഇനി 4 നോക്ക്. 4ൻ്റെ നമ്മളിവിടെ എത്ര കണ്ടുപിടിച്ചേക്കുന്നത്? 2 കൃതി 2. 4ൻ്റെ 2 കൃതി 2 ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ആ 2 കൃതി 2 അതുപോലെ എഴുതി. അപ്പോൾ 4ൻ്റെ എഴുതി. ഇനി അടുത്ത 5. 5 ഒരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പറാണ്. അപ്പോൾ 5 അതുപോലെ എഴുതി. ഇനി അടുത്തത് ഏതാണ്? 6.
6ൻ്റെ താണ്ട നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 × 3 അല്ലേ. അപ്പോൾ 2 × 3 6ൻ്റെ അതുപോലെ എഴുതി. ഇനി നമുക്ക് 7 എഴുതേണ്ടത്. 7 അറിയാം, 7 ഒരു അഭാജ്യ സംഖ്യയാണെന്ന്, അതുകൊണ്ട് 7 അതുപോലെ എഴുതി. അടുത്ത സംഖ്യ 8 അറിയാം. 8ൻ്റെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 2 × 3. അപ്പോൾ 2 × 3 എന്ന് 8ന് പകരം എഴുതി. 9ന് പകരം നമ്മളിവിടെ എന്തു എഴുതുന്നേ? 9ൻ്റെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 × 2. അപ്പോൾ 9ൻ്റെ നമ്മൾ 3 × 2 എന്ന് എഴുതി. ഓക്കെ, 9 വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സംഖ്യ 10. 10ൻ്റെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 × 5. ആ 2 × 5 ഇവിടോട്ട് എഴുതി. ഗുണനം. അടുത്തത് 11 എന്ന സംഖ്യയാണ്. 11 എന്ന സംഖ്യയുടെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, കാരണം എന്താ? 11 അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 11 അതുപോലെ എഴുതുക. 11. ഇനി അടുത്ത 12. 12 നോക്കിക്കേ. 12ൻ്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 × 2 × 3 × 1. 2 × 2 × 3 × 1 12ന് പകരം എഴുതുന്നത്. അടുത്ത സംഖ്യ 12 കഴിഞ്ഞ് അടുത്ത സംഖ്യ 13. 13ൻ്റെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് 13 അതേപോലെ എഴുതി. ഗുണനം. അടുത്തത് 14. 14ൻ്റെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 × 7. അപ്പോൾ 14ൻ്റെ നമ്മൾ എഴുതി. ഗുണം. അടുത്തത് 15. 15ൻ്റെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 × 5. കണ്ടോ? അപ്പോൾ 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ അതുപോലെ എഴുതി. കൃതിയായിട്ട് കണ്ടുപിടിച്ച അഭാജ്യ സംഖ്യ അല്ലാത്തതിൻ്റെ കൃതിയായിട്ട് കണ്ടുപിടിച്ചതും എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓർഡറിലാണ് എഴുതിയത്. 1 കളഞ്ഞു, 2ൻ്റെ അതുപോലെ എഴുതി, 3ൻ്റെ അതുപോലെ എഴുതി, 4ൻ്റെ കണ്ടുപിടിച്ചത് എഴുതി. അങ്ങനെ നമ്മൾ 1 മുതൽ 15 വരെയുള്ള പ്രോഡക്റ്റുകൾ അഥവാ ഗുണനഫലം എഴുതി. ഇനി ഗുണനഫലങ്ങളുടെ കൃതികളുടെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 വരുന്ന സംഖ്യകളെ ഒരു ബ്രാക്കറ്റിലാക്കുക. അപ്പോൾ 2 വരുന്ന സംഖ്യകളെ നമ്മൾ ഒരു ബ്രാക്കറ്റിലാക്കാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ചോ. നമ്മൾ ഇതുപോലെ കൈ വെക്കുക, ചൂണ്ടുവിരൽ ഇങ്ങനെ വെക്കുക, 2 ഇവിടെ എഴുതുക. പിന്നെ അടുത്ത 2 താണ്ട് 2 × 2 ഗുണം. പിന്നെ ഈ 2 വരുന്നത് ഗുണം. പിന്നെ 2 × 3 ഗുണം. പിന്നെ ഇവിടെ 2 ഇല്ല. ഓക്കെ, ഇവിടെ 1 2 3 4. 1 2 3 4. ഓക്കെ, ഇനി ഈ 2 അതുപോലെ എഴുതുക. പിന്നെ 2 വരുന്നത് ഏതാ? ഈ 2 × 2. പിന്നെ 2 വരുന്നുണ്ടോ? ദാണ്ട് ഇവിടെ ഒരു 2 വരുന്നുണ്ട്. അപ്പോൾ 2 വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റിലാക്കി. ഇനി നമുക്ക് അടുത്തത് 3 എന്ന സംഖ്യ തിരഞ്ഞെടുക്കാം. 3 ദാണ്ട് ഇവിടെ വരുന്നുണ്ട്. ഒരു 3 വന്നു, ആ 3 എടുത്ത് എഴുതി. പിന്നെ ദാണ്ട് ഒരു 3 കിടക്കുന്നു. × 3 ദാണ്ട് 3 × 2 വന്നു. ഗുണനം. ദാണ്ട് പിന്നെ ഇവിടെ 3 എഴുതാം. 3 × ഒരു 1 ഗുണനം. ഇത് 13. 13നെ 3 എന്നൊന്നും എടുത്ത് എഴുതല്ലേ. പിന്നെ ദാണ്ട് ലാസ്റ്റ് ഒരു 3 ഗുണനം. ഇനി 2 3. ഇനി അത് കഴിഞ്ഞിട്ട് 5 നോക്കാം. 5 വരുന്നത് ദാണ്ട് ഒരു 5 വന്നു. ഗുണം. പിന്നെ ഇവിടെ 5 ഇല്ല. ദാണ്ട് ഒരു 5 കിടക്കുന്നു. ഗുണം. ദാണ്ട് അറ്റത്തൊരു 5 കിടപ്പുണ്ട്. ഗുണം. ഇനി നമുക്ക് അടുത്തത് ഏത് സംഖ്യയാണ് ബ്രാക്കറ്റ് ആക്കേണ്ടത്? ഇനി 7 കിടക്കുന്നത് അല്ലയോ? ഓക്കെ, ഇവിടെ 7 ഉണ്ടോ? ദാണ്ട് ഒരു 7 ഉണ്ട്. 7 ഗുണം. പിന്നെ താഴെ 7 ഉണ്ടോ? ദാണ്ട് ഒരു 7 കിടക്കുന്നു. ഗുണം. പിന്നെ അടുത്ത സംഖ്യ ഏതാണ്? പിന്നെ 11 വരുന്നത് അല്ലേ. 11 ഒരു വട്ടേ ഉള്ളൂ. 13 ഒരു വട്ടേ ഉള്ളൂ. ഇനി എന്താ ചെയ്യുക? നമ്മൾ പവേഴ്സ് കൂട്ടുക. നോക്കിക്കേ, 2 അതുപോലെ എഴുതുക. 2ൻ്റെ ഇവിടെ എപ്പോഴും ഒരു 1 ഉണ്ടെന്നല്ലേ അർത്ഥം? 1. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചുമ്മാ 1 എഴുതുക. ഓക്കെ, ഇനി ഈ പവേഴ്സ് അങ്ങ് കൂട്ടുക. 1 + 2 3. 3 + 1 4. 4 + 3 എത്രയാണ്? 5 6 7. 7 + 1 8. 8 + 2 10. 10 + 1 11. അപ്പോൾ 2 11 വട്ടം ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. 2 × 11. മനസ്സിലായല്ലോ? ഇത് കൂട്ടിയാൽ മതി, ഈ പവേഴ്സ് മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ 2 × 11 ഗുണം 3 × ഈ 3 ഒരുപോലെ ഒരെണ്ണമായിട്ട് കിടക്കുന്നതിൻ്റെ മണ്ടേ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂട്ടാൻ എളുപ്പമാണ്. 1 + 1 2. 2ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 4. +1 5 +1 6. 3 × 6 ഗുണം.
5 അതുപോലെ എഴുതുക. ഇവിടെ 5 എത്ര വട്ടം ആവർത്തിച്ചിട്ടുണ്ട്? 3 വട്ടം. അത് കാണുമ്പോഴേ അറിയാം. അപ്പോൾ 5 കൃതി 3 ഗുണം 7 എത്ര വട്ടം? 7 കൃതി 2 ഗുണം 11 ഇൻറ്റു 13. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് നമ്മൾ എന്ത് ചെയ്തു? 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലവും പിന്നെ അഭാജ്യ സംഖ്യകളായതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സംഖ്യകൾ അതുപോലെ എഴുതി. അഭാജ്യ സംഖ്യകളല്ലാത്തത് നമ്മൾ എന്ത് ചെയ്തു? കൃതികൾ കണ്ടുപിടിച്ചെഴുതി. കൃതികളെല്ലാം കൂടെ എന്ത് ചെയ്തു? നമ്മളത് ഒരേ ബ്രാക്കറ്റിലാക്കിയിട്ട്, അതായത് ഒരേ സംഖ്യ വരുന്നത് ഒരേ ബ്രാക്കറ്റിലാക്കി അതിൻ്റെ കൃതികളെല്ലാം കൂടെ കൂട്ടി ഒരേ സംഖ്യകൾ വരുന്നതെല്ലാം ഒരു ബ്രാക്കറ്റുകളാക്കി അതിൻ്റെ പവേഴ്സ് എന്ത് ചെയ്തു? നമ്മൾ കണ്ടുപിടിച്ചെഴുതി. നമുക്ക് ആൻസർ വരുന്നത് 2 കൃതി 11 ഇൻറ്റു 3 കൃതി 6 ഗുണം 5 കൃതി 3 ഗുണം 7 കൃതി 2 ഗുണം 11 ഇൻറ്റു 13. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കണക്കാണ്. അപ്പോൾ അടുത്ത ചോദ്യം 118ാമത്തെ ചോദ്യത്തിലെ 3ാമത്തെ കണക്ക് നമുക്ക് അടുത്ത പാർട്ട് വീഡിയോയിലേക്ക് പോകാം. കാരണം ഇത്രയും തന്നെ നല്ല ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ബൈ മക്കളെ.